നമസ്കാരം. എജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാക്ഷരതാ മിഷന്റെ +1 +2 തുല്യതയുടെ 2026 പരീക്ഷാ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 2026 ജൂലൈ 3-ാം തീയതി +1ന്റെയും 4-ാം തീയതി +2ന്റെയും പരീക്ഷ ആരംഭിക്കും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് പരീക്ഷയുടെ സമയം. ഇനി സമയം വളരെ കുറവാണ്. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുകയും ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കുകയും ചെയ്യുക. അതോടൊപ്പം +1 +2 പരീക്ഷകൾക്ക് പ്രയോജനപ്പെടുന്ന വിധം ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളും കാണുക. പരമാവധി എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ചാനലിലൂടെ നൽകുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2026 അക്ഷരകൈരളി ലഭിക്കുന്ന ഉടൻ തന്നെ അതിലെ മാതൃകാ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. പരീക്ഷാ ടൈം ടേബിൾ നോക്കാം. ഒരു ദിവസം +1ന്റെ പരീക്ഷ, അടുത്ത ദിവസം +2ന്റെ പരീക്ഷ എന്നീ ക്രമത്തിലാണ് പരീക്ഷകൾ നടക്കുന്നത്. 2ാം വർഷം പരീക്ഷ എഴുതുന്നവർക്ക് 1ാം വർഷത്തിലെ ഏതെങ്കിലും വിഷയം പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാർക്ക് കുറവാണെങ്കിലോ അത് എഴുതിയെടുക്കുന്നതിന് വേണ്ടിയാണ് പരീക്ഷ ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം +1ന്റെ ടൈം ടേബിൾ നോക്കാം. ആദ്യം ഭാഷാ വിഷയങ്ങളാണ്. 2026 ജൂലൈ 3 വെള്ളിയാഴ്ച ഇംഗ്ലീഷാണ്. സമയം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പരീക്ഷകൾക്കും 9:30 മുതൽ 12:15 വരെയാണ് സമയം. അപ്പോൾ 3-ാം തീയതി വെള്ളിയാഴ്ച ഇംഗ്ലീഷ്. 5-ാം തീയതി മലയാളം. ഹിന്ദിയോ കന്നഡയോ എടുത്തിരിക്കുന്നവർക്ക് ആ വിഷയങ്ങളാകും പരീക്ഷ. അപ്പോൾ 5-ാം തീയതി മലയാളമാണ്. 11-ാം തീയതി ഹ്യൂമാനിറ്റീസ് എടുത്തിരിക്കുന്നവർക്ക് ഹിസ്റ്ററിയും കൊമേഴ്സ് എടുത്തിരിക്കുന്നവർക്ക് അക്കൗണ്ടൻസിയുമാണ്. 18-ാം തീയതി കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസും ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജിയും ഗാന്ധിയൻ സ്റ്റഡീസുമാണ്. നിങ്ങൾ ഏത് വിഷയമാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ വിഷയം നല്ലതുപോലെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. 24-ാം തീയതി വെള്ളിയാഴ്ച 2 ഗ്രൂപ്പുകാർക്കും പൊളിറ്റിക്കൽ സയൻസ് ആണ്. 26-ാം തീയതി ഞായറാഴ്ച എക്കണോമിക്സിന്റെ പരീക്ഷയാണ്. +1ന്റെ പരീക്ഷ 26-ാം തീയതി കൊണ്ട് കഴിയും. ഇനി +2ന്റെ ടൈം ടേബിൾ നോക്കാം. 2026 ജൂലൈ 4 ശനിയാഴ്ചയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. എല്ലാ പരീക്ഷകളുടെയും സമയം രാവിലെ 9:30 മുതൽ 12:15 വരെയാണ്. 4-ാം തീയതി ശനിയാഴ്ച മലയാളമാണ്. ഹിന്ദിയോ കന്നഡയോ എടുത്തിരിക്കുന്നവർക്ക് ആ വിഷയമാകും പരീക്ഷ. 10-ാം തീയതി വെള്ളിയാഴ്ച ഇംഗ്ലീഷാണ്. 12-ാം തീയതി ഞായറാഴ്ച കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസും ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജിയും ഗാന്ധിയൻ സ്റ്റഡീസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഗാന്ധിയൻ സ്റ്റഡീസിന്റെ പരീക്ഷയുമാണ് ഉണ്ടാവുക. 17-ാം തീയതി വെള്ളിയാഴ്ച ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററിയും കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസിയുമാണ്. 19-ാം തീയതി ഞായറാഴ്ച എക്കണോമിക്സിന്റെ പരീക്ഷയാണ്. 25-ാം തീയതി ശനിയാഴ്ച പൊളിറ്റിക്കൽ സയൻസിന്റെ പരീക്ഷയോടുകൂടി +2ന്റെ പരീക്ഷയും കഴിയും. എല്ലാവരും നല്ലതുപോലെ പഠിച്ച് പരീക്ഷ എഴുതി മികച്ച വിജയം നേടുക. എജുവേൾഡ് കേരള എന്ന ഈ യൂട്യൂബ് ചാനലിൽ പരീക്ഷയ്ക്ക് സഹായകരമാവും വിധം എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പർ വിശകലനവും പ്രധാന ചോദ്യോത്തരങ്ങളുടെ ക്ലാസ്സുകളും ലഭ്യമാണ്. അതൊക്കെ നല്ലതുപോലെ കേട്ട് എഴുതി വെച്ച് പഠിക്കുക. മുൻവർഷ ചോദ്യപേപ്പറുകൾ റെഫർ ചെയ്യുന്നതിലൂടെ മികച്ച വിജയം നേടുവാനും സാധിക്കും. ഇനിയും എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പർ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിന് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.